ഞാനിതിങ്ങനെ ആ നന്ദഗോപാലിന്റെ ജീവിതത്തിലെ ഒരു അപൂർവ സമ്പാദ്യമാണ് ഇതായത്. അച്ഛൻ പബ്ലിഷ് ചെയ്തിരുന്ന പത്രം ദി ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ഫ്രം ബോംബെ. ഇതിറങ്ങിയ ദിവസം അച്ഛൻ കൊല്ലപ്പെടുന്നത്. ഈ സമരാഹ്വാനത്തിന്റെ പേരിൽ he was hunted down. കൺമുന്നിൽ അച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു പോയൊരു വള്ളിനിക്കറുകാരന് അന്ന് ഇത് മാത്രമേ ബാക്കി കിട്ടിയുള്ളൂ. ഒരു നിധി പോലെ ഇങ്ങനെ എടുത്ത് കാത്തു സൂക്ഷിച്ചു വെക്കാൻ. ഒരർത്ഥത്തിൽ ഒരേ അനുഭവത്തിന്റെ തന്നെ അനന്തരാവകാശികളാ നമ്മൾ രണ്ടാളും, അല്ലേ? മുമ്പൊരിക്കൽ എന്റെ അച്ഛൻ, ഇപ്പൊ ശേഖരേട്ടൻ. വ്യക്തികളും സ്ഥലവും കാലവും ഒക്കെ മാറിയിട്ടുണ്ടാവാം, പക്ഷെ ക്രൂരമായി കൊന്നു തള്ളിയത് ഒരേ ജനസിലുള്ള ശക്തികൾ തന്നെയാ, രണ്ടാളെ. The same savage, slaughterous forces. And look at the way they celebrated his death. End to aggressive trade unionism. Venugopal shot dead. End to aberrational unionism. ഉഗ്രവാദി എന്നും ഉന്മാദി എന്നും വരെ മുദ്രകുത്തി ദി ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് എഡിറ്റർ വേണുഗോപാലിന്റെ മരണം അന്നൊരു ആഘോഷമാക്കിയെടുത്തു തുണിമിൽ ലോബിയുടെ മുഖപത്രങ്ങൾ. എന്നിട്ട് ഒടുവിൽ ഒരിറ്റ് കണ്ണീര്. ബോംബെ വീപ്സ്. മഹാനഗരം വിതുമ്പി പോലും. ലക്ഷണം കണ്ടിട്ട് താനും വല്ലാതെ കരഞ്ഞതുപോലെ ഉണ്ടെന്ന്, അല്ലേ? കരയിക്കാനല്ല, ഇനി ഒരിക്കലും ഈ കണ്ണ് നിറയില്ലെന്നൊരു തീരുമാനത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇല്ല നന്ദൻ, ഒന്നിന്റെ മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ലാത്ത ശേഖരന്റെ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പതറിപ്പോവില്ല, തളരില്ല എന്നൊക്കെ ഭാവിക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ ഒരു സ്ട്രെയിനിൽ കണ്ണു കലങ്ങിയതാവും. അല്ലാതെ പറഞ്ഞില്ലേ കീഴടങ്ങാൻ അറിയാത്ത ശേഖരന്റെ മകളെന്ന്. That's your spirit and that's your bloodline. അത് മറക്കാൻ പാടില്ല. കഷ്ടം. നല്ല ഒന്നാന്തരം ഒരു പുണ്യാത്മാവായിരുന്നു നമ്മുടെ ഈ ചത്തുപോയ ശേഖരേട്ടൻ, ഇല്ലേ നന്ദൻജി? ഈ ഞാനെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും എന്താ പറയാ, ഒരു സ്വന്തം മകനെ പോലെ അത്രയ്ക്കൊരു വാത്സല്യമായിരുന്നു ശേഖരേട്ടന്. ഓർക്കുമ്പോ എനിക്കെന്റെ രോമം ഇന്നേ തീയതി വരെ ശേഖരൻ കൊലക്കേസിൽ എന്തൊക്കെ അന്വേഷണം നടന്നു, എന്തൊക്കെ തെളിവെടുത്തു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്